പാലക്കാട് SP മാധ്യമങ്ങളോട് സംസാരിക്കും. 103 BNS പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈമിന്റെ പ്രതി ചെന്താമര 58-year-old son of ചാമുന്നി. ഇയാൾ ഇന്നലെ രാത്രി ഏകദേശം 10 to 10:30 മണി ആ സമയത്തിനുള്ളിൽ പോലീസ്ക്ക് പിടികൂടാൻ സാധിച്ചു. ഒരു സെൻസേഷണൽ കേസായിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് എല്ലാം എഫേർട്ട് എടുത്തു. ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ ഇൻഫർമേഷൻ ആയിരുന്നു സെയിങ് ദാറ്റ് ഇയാൾക്ക് ഒരു കോഴിക്കോടിൽ കണ്ടു, ഇയാൾക്ക് ബാംഗ്ലൂരിൽ കണ്ടു, ഇയാൾക്ക് മറ്റ് ഒരു കോളനി ഭാഗത്ത് കണ്ടു. എല്ലാം ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് പോയി. പക്ഷേ ഫൈനലി ഇയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നിയർ ബൈ ഹിസ് ഹൗസ് ഫ്രോം ദ പാഡി ലാൻഡ് ഒരു ആ സ്ഥലത്തിൽ നിന്ന് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പേഴ്സൺ പിടികൂടാൻ സാധിച്ചു. ഇയാളിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ്. ഞങ്ങൾ വിശദമായിട്ട് ഒരു പ്രാവശ്യം ഇയാൾക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇയാൾ വ്യക്തമാക്കിയതാണ്. പക്ഷേ അതെല്ലാം പ്രിലിമിനറിയാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാക്കിയാണ് ഉള്ളത്. സോ വാട്ട് എവർ ഇൻഫർമേഷൻ ഐ എം ഗിവിങ് നൗ ഇത് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ് ഉള്ളത്. ഇതിൻ്റെ കൊറാബറേഷൻ കൺഫർമേഷൻ ഇപ്പോൾ ബാക്കിയാണ്. ഇയാൾക്ക് ഞങ്ങൾ നന്നായിട്ട് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കുറ്റകൃത്യം ഇയാൾ ഏകദേശം 10 മണിക്കല്ല, ഏകദേശം 10 o'clock ഇൻ ദ മോർണിംഗ് ആണ് ഈ കുറ്റകൃത്യം സംഭവിച്ചത്. ടൈം നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാക്കിയാണ്. കാരണം ഈ ചെയ്തിട്ട് ഇയാൾ നേരെ ഓടിപ്പോയി, നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ബാബ്ഡ് ഫെൻസിങ് ആണ് അവിടെ. അത് ചാടിട്ട് പിന്നെ ഇയാൾ പുറകിൽ ഭാഗത്തേക്ക് ഓടിപ്പോയി നേരെ മല ഭാഗത്തേക്കാണ് ഇയാൾ പോയത്. അവിടെ പോയിട്ട് ഇയാൾ 2 ദിവസം ഏകദേശം 1.5 ദിവസം 1.5 days ആ മലയിൽ തന്നെ ഇയാൾ നിന്നു. നമ്മുടെ പോലീസ് പാർട്ടീൻ്റെ മുഴുവൻ സെർച്ച് ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ഇയാൾ എല്ലാം ഈ സെർച്ചിൻ്റെ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പേർട്ടാണ്. ഇയാൾക്ക് ആ സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം. ഒരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ആ സ്ഥലത്തേക്ക് അറിയാം. സോ ഹി നോസ് ഹൗ ടു ഹൈഡ്. സോ ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസുകാരുടെ സെർച്ചിൻ്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു. ഇന്നലെ ഫൈനലി 1.5 ദിവസമായതുകൊണ്ട് ഭക്ഷണം ഇയാൾക്ക് കിട്ടിയിട്ടില്ല. സോ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇയാൾ താഴത്താണ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന വഴിയിലാണ് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പാർട്ടി ഇയാൾക്ക് പിടിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി വൈദ്യ പരിശോധന എല്ലാം നടത്തി. ഇപ്പോൾ മറ്റ് ഫോർമാലിറ്റീസ് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഇയാൾക്ക് ഞങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യും.